റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ജീവിത സായാഹ്നം സമ്മർദ്ദങ്ങൾ ഇല്ലാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചെലവഴിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് കഴിയുന്നത്ര തുക നാഷണൽ ഇൻഷുറൻസ് പോലുള്ളവയിൽ അടച്ച് നല്ലൊരു തുക പെൻഷൻ ഉറപ്പാക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ ആഗ്രഹങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുകയാണ് ബ്രിട്ടീഷ് സർക്കാർ. ദീർഘകാലമായി നിലനിൽക്കുന്ന സ്ഥിര പെൻഷൻ പ്രായം 67 എന്നത് എടുത്തു കളയാനാണ് സർക്കാർ ആലോചിക്കുന്നത്. പുതുതായി അംഗീകാരം നൽകിയ ഘടന പ്രകാരം സ്റ്റേറ്റ് പെൻഷൻ പ്രായം ഒരു നിശ്ചിത പ്രായമായി തുടരുകയില്ല. അതൊരു വ്യക്തി ജനിച്ച വർഷത്തെയും ആയുർദൈർഘ്യത്തിൽ വരുന്ന മാറ്റങ്ങളെയും അതുപോലെ തൊഴിൽ സൈന്യത്തിന്റെ അവസ്ഥയെയും ഒക്കെ ആശ്രയിച്ച് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കും. UK-യിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് എപ്പോൾ തൊഴിലിൽ നിന്നും വിരമിക്കണമെന്ന കാര്യത്തിൽ ഇത് നിർണായകമായി മാറും. അതുപോലെ എപ്പോൾ മുതൽ സ്റ്റേറ്റ് പെൻഷൻ ലഭ്യമാകും, ഭാവിയിലേക്കായി അവരുടെ സാമ്പത്തികം എങ്ങനെ ക്രമീകരിക്കും എന്നതിലൊക്കെ തീരുമാനത്തെ ഈ മാറ്റം കാര്യമായി സ്വാധീനിക്കും. ദീർഘകാലമായി ആളുകൾ 67 വയസ്സാകുമ്പോൾ സ്റ്റേറ്റ് പെൻഷൻ ലഭിച്ചു തുടങ്ങും എന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അംഗീകരിച്ച പുതിയ രീതി പ്രകാരം ഇത് സാവധാനം 68 വയസ്സാക്കി ഉയർത്തും. മാത്രമല്ല, പെൻഷൻ പ്രായം ഇനിയും ഉയർത്തേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഓരോ 5 വർഷം കൂടുമ്പോഴും പുനരവലോകനങ്ങൾ നടത്തും. ചുരുക്കി പറഞ്ഞാൽ, കൃത്യമായ ഒരു പെൻഷൻ പ്രായം നിശ്ചയിക്കാതെ ജനനത്തീയതി, ആയുർദൈർഘ്യത്തിൽ വരുന്ന പൊതുവായ മാറ്റങ്ങൾ, പെൻഷൻ സിസ്റ്റത്തിൽ ദീർഘകാല സുസ്ഥിരത, തൊഴിൽ വിപണിയിൽ പ്രായമായവരുടെ പങ്ക് എന്നിവയൊക്കെ ആശ്രയിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അതായത് പ്രായത്തിൽ ഏതാനും വർഷങ്ങളുടെ മാത്രം വ്യത്യാസമുള്ളവർക്ക് പോലും പുതിയ നിയമം അനുസരിച്ച് വ്യത്യസ്ത പെൻഷൻ പ്രായം നിശ്ചയിക്കപ്പെട്ടേക്കാം എന്ന് അർത്ഥം. ജോബിൻ അപ്പീൽ ഇന്ന് അർദ്ധരാത്രി സമാപിക്കും. 4 ദിവസം നീണ്ട അപ്പീലിൽ ഇതുവരെ സമാഹരിച്ചത് 7681 പൗണ്ടാണ്. പ്രിയപ്പെട്ടവന്റെ മൃതദേഹം സംസ്കരിക്കാൻ സഹായം തേടിയെത്തിയ രമ്യയ്ക്കായി കൈൻ ലിങ്ക് വഴി 5934 പൗണ്ടും ബാങ്ക് വഴി 739 പൗണ്ടുമാണ് സമാഹരിച്ചത്. ഇതിൽ ഗിഫ്റ്റഡ് എയ്ഡ് തുകയായ 1008 പൗണ്ടും കൂടി ചേർത്ത് 7681 പൗണ്ടാണ് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു ഭാവി പ്രതീക്ഷിച്ച് UK-യിലേക്ക് എത്തിയ ജോബിന്റെയും രമ്യയുടെയും ജീവിതത്തിന് നിറം പകർന്ന് രണ്ടാമത്തെ കുഞ്ഞെത്തിയപ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാവുകയാണ് എന്ന് വിശ്വാസമായിരുന്നു അവർക്ക്. എന്നാൽ പിന്നാലെ അസുഖങ്ങളുടെ രൂപത്തിലെത്തിയ വിധി അവസാനിച്ചത് ജോബിന്റെ വേർപാടിലും. ജോബിന്റെ മൃതദേഹം UK-യിൽ തന്നെ സംസ്കരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അസുഖം ബാധിച്ച ശേഷം ജോബിൻ ജോലിക്ക് പോകാൻ പോലും സാധിക്കാതിരുന്നതോടെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിന്റെയും നിത്യച്ചെലവിന് വേണ്ടി പോലും ബുദ്ധിമുട്ടിയ സാഹചര്യമായിരുന്നു. പിന്നാലെ മരണവും എത്തിയതോടെയാണ് സംസ്കാര ചെലവിനായി UK മലയാളികളുടെ സഹായം രമ്യ തേടിയത്. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർക്ക് വലിയൊരു തിരിച്ചടിയായ ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായി തെരഞ്ഞെടുത്തത് ഗ്രീൻസ് പാർട്ടി നേതാവ് സാക് പോളൻസ്കിയെയാണ്. OPM സർവേയിൽ പോളൻസ്കിക്ക് ലഭിച്ച നെറ്റ് സ്കോർ -1. ഇതാണ് ബ്രിട്ടനിലെ ഏറ്റവും ജനപിന്തുണയുള്ള 5 രാഷ്ട്രീയ പാർട്ടികളിൽ വെച്ച് പോളൻസ്കിയെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവാകാൻ സഹായിച്ചത്. ഒരു രാഷ്ട്രീയ നേതാവിനും നെറ്റ് പോസിറ്റീവ് സ്കോർ ലഭിച്ചില്ലെന്നതും ശ്രദ്ധേയമാണ്. രണ്ടാം സ്ഥാനത്ത് -4 പോയിന്റോടെ ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് സർ എഡ് ഡേവിയാണ്. ടോറി നേതാവ് കെമി ബേഡ്നോക്കിന് -10 പോയിന്റ് ലഭിച്ചപ്പോൾ റീഫോം UKയുടെ നെയ്ജൽ ഫരാജിന് ലഭിച്ചത് -12 പോയിന്റാണ്. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ -43 പോയിന്റുകളോടെ ഏറ്റവും ജനപിന്തുണ കുറഞ്ഞ നേതാവായി മാറി. പോളൻസ്കിക്ക് ലഭിച്ച വൻ ജനപിന്തുണ ഡൌണിംഗ് സ്ട്രീറ്റിൽ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ സമൂഹത്തിൽ നിന്നും മറ്റൊരു വെല്ലുവിളി കൂടി ലേബറിന് ഉണ്ടാകുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ റീഫോം UK വ്യക്തമായ മേധാവിത്വം ഇപ്പോഴും തുടരുകയാണ്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ബോണ്ടി ബീച്ചിൽ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെച്ചത് അച്ഛനും മകനുമെന്ന റിപ്പോർട്ടുകൾ. ജൂതവരെ തലയ്ക്ക് പിടിച്ച പാകിസ്ഥാനി വംശജരാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 15 ഉയർന്നു. പരിക്കേറ്റവരുടെ എണ്ണം 40. സംഭവം തീവ്രവാദ ആക്രമണമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ജൂത ഫെസ്റ്റിവലായ ഹനൂക്കയുടെ ആദ്യ ദിനത്തിലാണ് വെടിവയ്പുണ്ടായത്. ഇന്ത്യൻ സമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:17 വെടിവയ്പുണ്ടായത്. പാകിസ്ഥാൻ വംശജരായ 50-കാരനായ സാജിദ് അക്രം, ഇയാളുടെ മകൻ നവീദ് അക്രം എന്ന 24-കാരനുമാണ് അക്രമികൾ. ഇതിൽ 50-കാരനെ ആക്രമണത്തിന് പിന്നാലെ പോലീസ് വെടിവെച്ചു കൊന്നു. നവീദ് സാരമായ പരിക്കുകളോടെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഓസ്ട്രേലിയയിലെ ജൂത വിഭാഗത്തെയാണ് അക്രമികൾ ലക്ഷ്യമിട്ടതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇരുവരും മാത്രമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സ്വന്തം ഭരണകൂടം കൈവിട്ടതോടെ തങ്ങൾ ബ്രിട്ടനിൽ നിന്ന് നാടുകടത്തപ്പെട്ടേക്കാം എന്ന ഭീതിയിലാണ് UK-യിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഘാനയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. ഘാന സർക്കാർ വാഗ്ദാനം ചെയ്ത സ്കോളർഷിപ്പുകളോ ട്യൂഷൻ ഫീസോ ഇതുവരെ നൽകാത്തതിനാലാണിത്. മുടങ്ങിക്കിടക്കുന്ന ട്യൂഷൻ ഫീസും ലക്ഷങ്ങൾ വരുന്ന ലിവിംഗ് അലവൻസും നൽകാൻ ഘാന സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 100-ലധികം ഡോക്ടറൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും കത്തയച്ചിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇത്തരം ദുരവസ്ഥയിലായ ചില വിദ്യാർത്ഥികളെ നാടുകടത്തി കഴിഞ്ഞുവെന്നാണ് ഈ വിദ്യാർത്ഥികൾ രൂപം കൊടുത്ത സംഘടനയുടെ പ്രസിഡന്റ് പ്രിൻസ് കോംല ബംഷ് പറയുന്നത്. ഫീസ് നൽകാൻ കഴിയാതെ
കഴിയാതെ വന്നതിനാൽ യൂണിവേഴ്സിറ്റികൾ അവരുടെ രജിസ്ട്രേഷൻ പിൻവലിച്ചതോടെ ഹോം ഓഫീസ് അവരെ നാടുകടത്തുകയായിരുന്നു. മറ്റു പലരെയും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിജീവനത്തിനായി അവർ പണം കടം വാങ്ങുകയാണെന്നും പ്രിൻസ് കോംല ബംഷ് പറയുന്നു. ചില വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ PhD പോലുള്ള മുഴുവൻ സമയ ശ്രദ്ധ ആവശ്യമായ കോഴ്സുകൾ ചെയ്യുമ്പോൾ ജോലിയിൽ ഏർപ്പെടുന്നത് പഠനത്തെ വിപരീതമായി ബാധിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പലരുടെയും കുടുംബാംഗങ്ങൾ നാട്ടിൽ നിന്നും പണം കടമെടുത്ത് അയച്ചു കൊടുക്കുന്നുമുണ്ട്. വാടക നൽകാത്തതിന് ചില വിദ്യാർത്ഥികൾ നിയമ നടപടികൾ അഭിമുഖീകരിക്കുന്ന ഘട്ടം വരെ എത്തിയെന്നാണ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. അടൂർ മുണ്ടപ്പള്ളിയിൽ സ്കൂട്ടറിൽ ക്ഷേത്രദർശനത്തിന് ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വീടിന് പുറത്തിറങ്ങിയ രാഹുലിന് പിന്നാലെ പോലീസ് സംഘം പാഞ്ഞെത്തുകയായിരുന്നു. ഇന്നലെയാണ് അടൂരിലെ വീട്ടിൽ രാഹുൽ എത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് അഭിഭാഷകരെ കണ്ടാണ് രാഹുൽ വീട്ടിലെത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ രാഹുൽ സ്കൂട്ടറിൽ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഇതോടെ കാവലിലുള്ള പോലീസ് സംഘം രാഹുലിന്റെ പിറകെ പാഞ്ഞെത്തി. ഷാഡോ പോലീസ് സംഘമാണ് രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വീടിന് മുന്നിലുള്ളത്. രാഹുൽ എവിടേക്ക് യാത്ര ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതിനാൽ പോലീസ് സംഘം രാഹുലിന്റെ പിറകെ പോവുകയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം രാഹുൽ തിരിച്ചെത്തുകയും ചെയ്തു. അതേസമയം ഇന്ന് തന്നെ പാലക്കാട്ടേക്ക് പോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. അന്വേഷണ സംഘം ഇതുവരെ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും കോടതി തീരുമാനം വരട്ടെയെന്നും രാഹുൽ പ്രതികരിച്ചു. മറ്റു കാര്യങ്ങൾ പറയാനില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. നേരത്തെ രാഹുലിനോട് പത്തനംതിട്ട ജില്ല വിട്ടുപോകരുതെന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നു. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ കഴിഞ്ഞ 11-നാണ് പാലക്കാട് തിരിച്ചെത്തിയത്. ഇന്ന് രാഹുലിന്റെ 2 ബലാത്സംഗ കേസുകളും ഹൈക്കോടതി പരിഗണിക്കും. ഇതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞായിരിക്കും ചോദ്യം ചെയ്യലിൽ തീരുമാനമെടുക്കുക. നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷനെതിരെ കോടതിയുടെ പരാമർശങ്ങൾ. നടിയുടെ ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ദിലീപും കാവ്യയും ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്തെന്ന പ്രോസിക്യൂഷൻ ആരോപണത്തിന് എന്താണ് തെളിവെന്ന് കോടതി ചോദിച്ചു. ആരോപണത്തിനപ്പുറത്തേക്ക് തെളിവുകളുടെ തരിമ്പ് പോലും ഇല്ലെന്നും കോടതി വ്യക്തമാക്കി. 2017 മാർച്ച് 24-നാണ് കൊച്ചി പനമ്പള്ളി നഗറിൽ ലോക്കർ എടുത്തത്. പോലീസ് പരിശോധിച്ചപ്പോൾ ലോക്കറിൽ ഒരു 5 രൂപ തുട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇക്കാര്യം പോലീസ് മേഴ്സറിൽ നിന്ന് എന്തുകൊണ്ട് മറച്ചുവെച്ചുവെന്ന് കോടതി ആരാഞ്ഞു. ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാണ് ലോക്കർ തുറന്നതെന്ന നിഗമനത്തിൽ പോലീസ് എങ്ങനെ എത്തിയെന്നും ആരോപണമല്ലാതെ പ്രോസിക്യൂഷന് മറ്റൊന്നും ഇക്കാര്യത്തിൽ തെളിയിക്കാനായില്ലെന്നും വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ തെളിവില്ലെന്നും മൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്നും വിധിന്യായത്തിൽ പറയുന്നു. ദിലീപിനെയും പൾസർ സുനിയെയും ആലുവയിലെ വീട്ടിൽ ഒരുമിച്ച് കണ്ടെത്താനായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി. ദിലീപിന്റെ വീട്ടിൽ നിന്ന് പൾസർ സുനി വാഹനത്തിൽ തങ്ങൾക്കൊപ്പം വന്നെന്നും മൊഴിയിലുണ്ട്. എന്നാൽ ദിലീപ് പൾസർ സുനി ബന്ധം തികച്ചും രഹസ്യാത്മകമാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചതെന്നും വിധിന്യായത്തിൽ പരാമർശിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഇന്ന് തീരുമാനിച്ചേക്കും. VV രാജേഷ്, R ശ്രീലേഖ എന്നിവരുടെ പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക. ഇതിനൊപ്പം നേമത്ത് നിന്ന് വിജയിച്ച MR ഗോപന്റെ പേരും പരിഗണനാ പട്ടികയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നേമത്ത് നിന്ന് മേയർ വേണമെന്ന് തീരുമാനിച്ചാലാകും ഗോപന് സാധ്യത. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ശ്രീലേഖ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ സെമി ജ്യോതിഷിനെയോ ആശാനാഥിനെയോ പരിഗണിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ തണുപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, വടക്ക് കിഴക്കൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിലും കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഡൽഹി, NCR ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞും കാറ്റിന്റെ കുറവും കാരണം അന്തരീക്ഷത്തിൽ പുകമഞ്ഞിന്റെ കട്ടിയുള്ള പാട മൂടിയിരിക്കുകയാണ്. CPCBയുടെ കണക്കനുസരിച്ച് നഗരത്തിലെ പല പ്രധാന പ്രദേശങ്ങളിലും വായു ഗുണനിലവാര സൂചിക ഗുരുതരമായ വിഭാഗത്തിലെത്തിയെന്നും ഇത് ഗുരുതരമായ ആരോഗ്യ അപകടമുണ്ടാക്കുന്നുവെന്നും പറയുന്നു. മഞ്ഞ് കൂടിയതിനാൽ ഇവിടത്തെ ദൃശ്യപരത പൂജ്യമായി തുടരുകയാണ്. ഇനി സ്പോർട്സ് വാർത്തകൾ. സ്റ്റാഡിയോ ലൂയിഗി ഫെരാരിസിൽ നടന്ന മത്സരത്തിൽ ജനോവയെ 2-1 പരാജയപ്പെടുത്തി ഇന്റർ മിലാൻ സീരി എയിൽ 1-ാം സ്ഥാനം നേടി. 6-ാം മിനിറ്റിൽ ലൗട്ടാരോ മാർട്ടിനസിന്റെ അസിസ്റ്റിൽ യാൻ ബീഷയ്ക്ക് ഒരു ലോ ഡ്രൈവിലൂടെ ഗോൾ നേടി ഇന്ററിന് ലീഡ് നൽകി. 38-ാം മിനിറ്റിൽ കാർലോസ് അഗസ്റ്റോയുടെ പാസിൽ നിന്ന് സ്വന്തം ഗോൾ നേടിയ മാർട്ടിനസ് ലീഡ് ഉയർത്തി. 68-ാം മിനിറ്റിൽ വിദഗ്ധമായ ഹീൽ ഫ്ലിക്കിലൂടെയും ഗോൾ കീപ്പറെ മറികടന്നുള്ള ഡ്രിബ്ലിംഗിലൂടെയും വിറ്റിഞ്ഞ ജനോവയ്ക്കായി ഒരു ഗോൾ മടക്കി. എങ്കിലും അവസാന നിമിഷങ്ങളിലെ സമ്മർദ്ദത്തെ ഇന്റർ അതിജീവിച്ചു. പരിക്കുകളും അടുത്തിടെയുണ്ടായ ചാമ്പ്യൻസ് ലീഗ് തിരിച്ചടിയും ഉണ്ടായിട്ടും ഇന്റർ വിജയം കൈവിട്ടില്ല. മറ്റു മത്സരങ്ങളിൽ പോയിന്റ് നഷ്ടപ്പെടുത്തിയ മിലാനെയും നപ്പോളിയെയും മറികടന്ന് ഈ വിജയം ഇന്ററിന് മുന്നോട്ട് നയിച്ചു. സൂപ്പർ ലീഗ് കേരളയുടെ 2-ാം സീസണിലെ ഫൈനലിൽ പ്രവേശിച്ച കണ്ണൂർ വാരിയേഴ്സ് FC കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നടന്ന 1-ാം സെമിയിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് FCയെ ഒറ്റ ഗോളിന് തോൽപ്പിച്ചാണ് കണ്ണൂർ ആദ്യമായി ഫൈനലിന് യോഗ്യത നേടിയത്. 2-ാം പകുതിയിൽ മുഹമ്മദ് സിനാന്റെ ബൂട്ടിൽ നിന്നായിരുന്നു നിർണായകമായ പെനാൽറ്റി ഗോൾ. 71-ാം മിനിറ്റിലാണ് കണ്ണൂരിന്റെ വിജയ ഗോൾ വരുന്നത്. എസിയർ ഗോമസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചത് സിനാൻ. വലത്തോട്ട് ഡൈവ് ചെയ്ത കാലിക്കറ്റ് ഗോൾ കീപ്പർ അജ്മലിന്റെ കൈകളിൽ തട്ടിയാണ് പന്ത് പോസ്റ്റിൽ കയറിയത്. അണ്ടർ 23 താരമായ സിനാൻ ഈ സീസണിൽ നേടുന്ന 4-ാമത്തെ ഗോളാണിത്. നാളെ 2-ാം സെമിയിൽ തൃശൂർ മാജിക് FC മലപ്പുറം FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 121.15 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.